ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഇതുപോലൊരു പാത്ത് ബ്ലർ ടെക്സ്റ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, ടൂൾ ബാറിൽ പോയിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. നിങ്ങൾ ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് ചൂസ് ചെയ്യുക. ഞാൻ എം ടൈപ്പ് ചെയ്തു. ദെൻ കൺട്രോൾ ടി, മേക്ക് ഇറ്റ് ബിഗർ, എന്നിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ദെൻ എൻ്റർ. അതിനുശേഷം ലെയർ പാനലിൻ്റെ അവിടെ കൺട്രോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതൊന്ന് സെലക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ സെലക്ട്, മോഡിഫൈ, എക്സ്പാൻഡ് എടുക്കുക. അതായത് ഈ എമ്മിൻ്റെ കുറച്ചുകൂടി വലുതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 7 കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ ഓൾട്ട് ബാക്ക് സ്പേസ്, കൺട്രോൾ ഡി ഫോർ ഡി സെലക്ട്. ദെൻ ലെയർ പാനലിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്കിൽ പോയിട്ട് കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. അതിനുശേഷം ഫിൽറ്ററിൽ പോവുക, ബ്ലാക്ക് ഗാലറി, പാത്ത് ബ്ലർ. അപ്പോൾ ഈ പോയിന്റിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനൊരു കർവ് ഷേപ്പ് ടൈപ്പാണ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നിങ്ങൾ റിയർ സിങ്ക് ഫ്ലാഷ് എടുക്കുക. സെൻറ്റേർഡ് ബ്ലർ ഓഫ് ആയിരിക്കും. പിന്നെ എഡിറ്റ് ബ്ലർ അത് ഓൾറെഡി ഓൺ ആയിരിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിങ്ങനെ നീട്ടി കൊണ്ടുവരിക. എന്നിട്ട് സ്പീഡ് ഒന്ന് കൂട്ടി വെക്കുക. ദെൻ ഹിറ്റ് ഓക്കെ. അതിനുശേഷം ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ഗ്രേഡിയൻ്റ് മാപ്പ് ഇത് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ ഈ ബ്ലാക്കിൻ്റെ അവിടെ വൈറ്റ് ആക്കുക, ഈ വൈറ്റിൻ്റെ അവിടെ ബ്ലാക്ക് ആക്കുക. ദെൻ ഞാൻ ഈ പാർട്ട് ലൈറ്റ് റെഡിഷ് കൊടുത്തു. സെൻറ്റർ പാർട്ട് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള റെഡ് കൊടുത്തു. ദെൻ ഈ പാർട്ട് ഡാർക്ക്, അതായത് ഇതുപോലെ ഡാർക്കായിട്ട് കൊടുത്തു. ദെൻ ഹിറ്റ് ഓക്കെ. ഇപ്പോൾ ഇവിടെ വൈറ്റ് കളറാണല്ലോ, കാരണം വൈറ്റ് നമ്മൾ ഓൾറെഡി ബ്ലാക്കാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി തന്നെ വൈറ്റ് കൊടുക്കുക. അപ്പോൾ അത് ബ്ലാക്ക് കളറാവും, കാരണം ഇൻവെർട്ടർ ആയതുകൊണ്ടാണ് ബ്ലാക്ക് കളർ ആവുന്നത്. നൗ യുവർ എഫക്റ്റ് ഇസ് റെഡി.